Found in the parking lot, which has been deposited at the Welcome Center at the entrance of the hall. If it is yours, please go to the Welcome Center to claim it. Om Amiteshwari Namaha. ഈ ലോകത്തുള്ള ആയിരക്കണക്കിന് ജനങ്ങളുടെ സങ്കടവും ദുഃഖങ്ങളും മാറ്റുന്ന അമ്മയ്ക്ക് അതിൽ നിന്ന് അമ്മയ്ക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അവരുടെ സങ്കടം ഇന്നും ഭിന്നമായിട്ടൊരു കാണുന്നില്ല. ഇപ്പം എൻ്റെ കൈക്കൊരു വേദന ഉണ്ടെങ്കിൽ വലത് ഇടതേ തൂത്ത് കൊടുക്കുന്ന പോലെ എന്ന് ഭിന്നമായി കാണുന്നില്ല. എൻ്റെ മുഖം കണ്ണാടി കാണുന്ന പോലെ എന്നെപ്പോലെ ഞാൻ അവരെ കാണുന്നു. അപ്പം അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെൻ്റെയും സന്തോഷമായിരിക്കും. ഞങ്ങളുടെ കേരളീയ ചാനലിൻ്റെ അമേരിക്കയിലെ പ്രേക്ഷകരോട് അമ്മയ്ക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും വേണം. അവരോട് എന്താണ് അമ്മയ്ക്ക് പറയാം? തീർച്ചയായിട്ടും ഉണ്ട്. വെളി രാജ്യത്തിൽ വന്നതിൽ കേരളത്തിലെ മലയാളികൾക്ക് അത് വളരെ സന്തോഷമുണ്ടാകും. പിന്നെ അത് കാണുന്നതും നല്ലതായിരിക്കാം. അവർ ദാഹിച്ചിരിക്കുന്നതാണല്ലോ കേരളത്തിലെ വാർത്തകളും മറ്റുള്ള കേൾക്കുന്നത്. കാണുന്നത് നന്നായിരിക്കും. പക്ഷെ മലയാളം ആയതുകൊണ്ട് അവർക്ക് മക്കൾക്ക് പ്രയാസം ഉണ്ടാകില്ല. ഈ അമ്മയ്ക്ക് ദേവീ ഭാവം വരുമ്പോഴത്തേക്ക് അമ്മയുടെ മനസ്സിലുള്ള ഫീലിംഗ് അമ്മ ഒരു ദേവിയായിട്ട് മാറുകയാണോ? അങ്ങനെ ഒന്നുമില്ല. മോനി വസ്ത്രം ഇട്ടതും പറഞ്ഞിട്ട് പാൻസ് കൊട്ടിടുമ്പോഴ ആള് മാറുന്നില്ലല്ലോ. ഒരു നടന് പല വേഷം ഇടുമല്ലോ, നമ്മുടെ ആള് മാറുന്നില്ലല്ലോ. ജനങ്ങൾക്ക് ഇപ്പോൾ ഭക്തരുള്ളവരിവിടെ ഗ്രൂപ്പിൽ ചില കൃഷ്ണഭക്തർ കൃഷ്ണൻ്റെ കിരീടവും വെണ്ണയും ഉടക്കുള്ളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നതിൻ്റെ തലയിൽ വയ്ക്കും. അവർ ആരതി ഒഴിയും. അവരങ്ങനെ പോവും. അവർക്കതിലൊരു സന്തോഷം കിട്ടുന്നു. അപ്പം അതുപോലെ ദൈവഭക്തർ വരും. അങ്ങനെയല്ല ഞാനെപ്പോഴും എന്നെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ദൈവഭാവം കൃഷ്ണ അങ്ങനെയുള്ളതിലൊന്നും ഭാവത്തിലല്ലോ ഞാൻ മനസ്സിരിക്കുന്നത്. അടുത്തിടെ പേപ്പറിലൊരു വാർത്ത കണ്ടു. കേരളത്തിലെ സുനാമി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എന്നുള്ളത്. അങ്ങനെ നിർത്തിവെച്ചില്ല. അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ആലപ്പുഴ തീരദേശത്തിൽ കല്ല് കൊണ്ടിട്ടിട്ടില്ല. അപ്പോൾ കല്ല് ഇന്ന് ലോറി എന്നാൽ അടുത്ത ദിവസം മണ്ണ് കയറുക. അപ്പോൾ മണ്ണ് കടൽ കയറിയിട്ട് മണ്ണ് കയറുക. അപ്പോൾ രാത്രിയിലൊക്കെയാണ് അവർ കിടന്നുറങ്ങുമ്പോഴാണ് ഈ കടൽ കയറുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ കൊച്ചു പിള്ളേരെയും കൊണ്ട് ഉറങ്ങിക്കിടക്കണം, മരിക്കും അവർ. അപ്പോൾ അവർക്ക് അവരുടെ വേദനയും വികാരങ്ങൾ അവരുടേതായ വികാരം വേദനയുണ്ട്. അപ്പോൾ അവർക്ക് വീട് കെട്ടുന്ന സമയത്താണ് തടഞ്ഞാൽ ഒരു പക്ഷേ അതിൽ കുറച്ചുകൂടി ഗൗരവം കിട്ടി ഗവൺമെൻറ് ശ്രദ്ധിക്കും കല്ലിടുന്നത് എന്ന് വെച്ചിട്ട് അവർ തടഞ്ഞു വെച്ചു. അപ്പം അവർക്ക് കല്ലിടേണ്ട ആവശ്യമാണ്. അപ്പം അത് ഗവൺമെൻറ്റിൽ അവരങ്ങനെ തടഞ്ഞല്ല. നമ്മൾ മാത്രമല്ല എല്ലാവരെയും ലോറിയിൽ കല്ലിടാൻ വേണ്ടി അവർ നല്ല കാര്യം വിചാരിച്ചിട്ടുണ്ട്. കാരണം ശരിയല്ല. കാരണം അപ്പോഴും വെള്ളം കയറി ആൾക്കാരുടെ വീടുകളിൽ പലയിടത്തും നിൽപ്പുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിക്കട്ടെ, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ നിർത്തി. പക്ഷെ അത്ര നിർത്തിയില്ല. പക്ഷെ മുന്നോട്ട് പോയി. രണ്ടു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് ആശുപത്രിയിൽ. അമേരിക്കയിലാണ്. എത്ര വർഷം ഇവിടെ? ഇപ്പം 3 വർഷമായി. ഇടയ്ക്ക് പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദ്യം ചോദിക്കാൻ ആളല്ല, അമ്മയോട് ചോദിക്കാൻ ആളല്ല. എങ്കിലും എന്നോട് ഒരാൾ ചോദിച്ചു, ഒരുപാട് ദൈവങ്ങളെ വിളിച്ച് ഒരുപാട് ഭക്തിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പുള്ളിക്ക് ഒരുപാട് ശിക്ഷകളെയും ദൈവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കാര്യമെന്ന് ചോദിക്കും. ദൈവം അങ്ങനെ ആരെയും ശിക്ഷിക്കില്ലല്ലോ. ദൈവം അങ്ങനെ തന്നെ ഭിന്നമായിട്ട് കാണേണ്ടതല്ല. എല്ലാ ഗുണങ്ങൾ വളർത്തുമ്പോൾ താൻ തന്നെ അതായി തീരുവാണ്. എല്ലാ ഈശ്വരനുണ്ട്. സനാതന സൃഷ്ടി സൃഷ്ടാനുണ്ടല്ല. സമുദ്രവും തിരയിലാണ്. സമുദ്രത്തിലും വെള്ളമുണ്ട്, തിരയിലും വെള്ളമുണ്ട്. സ്വർണ്ണവും കമ്മലും മാലയും രണ്ടല്ല. സ്വർണ്ണത്തിലും കമ്മലും മാലയുണ്ട്, കമ്മലും മാലയും സ്വർണ്ണമുണ്ട്. ഈശ്വരൻ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല ഒന്നാണ്. അപ്പോൾ ഈശ്വരൻ ആകാശനപ്പുറത്തിലെ സകല ചേർത്ത് കുടികൊള്ളുന്നതാണ്.
അവരുടെ പ്രവൃത്തി മനോഭാവമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്, ചിലർ 0 ബൾബിൻ്റെ ആയിരിക്കും, ചില 1000 റേഞ്ചിനായിരിക്കും. സാറിന് ചുമട്ടുകളിലാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഫോട്ടോ എടുക്കുന്ന അതേ തലമുണ്ട് സയൻറ്റിസ്റ്റ് എന്താണ് അതേ തലമുണ്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശക്തിയുണ്ട്, പക്ഷെ അവൻ്റെ ആ മനോഭാവം അനുസരിച്ച് പ്രകടിപ്പിക്കും. ചില ഈഗോ ഉള്ളവർക്ക് 0 ബൾബ് പോലെ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അവനവനുള്ള ഒരാൾ പോക്കരടിച്ച് യാത്ര ചെയ്യുമ്പോൾ പോക്കരടിച്ചു, അപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് ഇടിച്ചു. എന്നെ കാണാൻ വന്നപ്പോൾ എന്നെ ഇടിക്കുന്നെന്ന് ചോദിച്ചാൽ നീ അമ്പലത്തിൽ തൊഴാൻ വന്ന പോക്കരടിക്കാൻ ആര് പറഞ്ഞു? പോക്കരടിനാണ് അവന് കിട്ടുന്നത്. ലോകത്തിന്റെ സ്വഭാവമാണ് സുഖം ദുഃഖം. സുഖത്തിൽ ആയപ്പോൾ ദുഃഖത്തിൽ നിൽക്കാനാണ്. പിന്നെ സന്തുലമായിട്ട് കൊണ്ടുവന്ന തത്വമാണ് ആധ്യാത്മം എന്ന് പറയുന്നത്. മനസ്സിന് ലോകത്തിന്റെ സ്വഭാവം വിട്ടുവിട്ട് അറിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അറിഞ്ഞു പോയാൽ ഒരു അമ്പലത്തിൽ അപ്പം അതുപോലെ ലോകത്തിന്റെ സ്വഭാവം, ലോകത്തിന്റെ വസ്തുവിന്റെ സ്വഭാവം അറിഞ്ഞു പോകാത്തതുകൊണ്ടാണ് അവർക്ക് ദുഃഖം. അല്ലാതെ ഈശ്വരനെ രക്ഷിക്കാൻ പോകുന്നില്ല. ഈശ്വരനെ എന്താണെന്നുള്ള അറിയാണ്ട് പോയതുകൊണ്ടാണ്. മുജ്ജന്മഭാവം കൊണ്ടാണോ ഈ ശിക്ഷകൾ ഏറ്റുവാങ്ങും മുജ്ജന്മഭാവം നമുക്കങ്ങനെ ജന്മമരണം. ഇപ്പോൾ ജന്മമരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുജ്ജമ്മ നില ആത്മാവ് എപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാൽ മുജ്ജപ്പ് ഒരു വാക്ക് എഴുതി സ്റ്റോപ്പ് ഇടും, ഫുൾ സ്റ്റോപ്പ് ഇടും, എന്നാൽ അടുത്ത വാക്ക് എഴുതാനും. അതുപോലെ ജന്മമരണം ആ ഒരു ഭാവം എന്നുള്ള അല്ല വേറെ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി മറ്റുള്ളവരുടെ അനുഭവം അറിയില്ല. Шибу.